പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത ഛത്തീസ്ഗഡിൽ നിന്നാണ്. ഛത്തീസ്ഗഡിനെ കുറിച്ച് നമുക്കറിയാം. 2 കന്യാസ്ത്രീമാർ, അങ്കമാലി എളവൂർ കോൺവെൻറ്റിലെ സിസ്റ്റർ പ്രീതി മേരിയും ഉദയഗിരിയിലെ കണ്ണൂർ ഉദയഗിരിയിലെ വന്ദനയും, സിസ്റ്റർ വന്ദനയും അവിടെ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി എന്നുള്ള കേസിൽ പ്രതിയാക്കപ്പെട്ടു. 9 ദിവസം ജയിലിൽ കിടന്നു. വലിയ വിവാദം ഉണ്ടായി. കേരളം അങ്ങ് കത്തി. ഇവിടെ സഭ തെരുവിലിറങ്ങി, ജാഥ, SDP-ക്കാരും കൂടി സഭയുടെ കൂടെ. ഇവിടെ സഭയുടെ പള്ളിക്കൂടത്തിൽ ഹിജാബ് ഇടാത്തതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയ അതേ SDP-ക്കാർ അന്ന് കന്യാസ്ത്രീകൾക്ക് വേണ്ടി രംഗത്തിറങ്ങി. അതേ ഛത്തീസ്ഗഡിലെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, കൂട്ടത്തോടെയുള്ള മതം മാറ്റം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. പണ്ടൊക്കെ സേവനമെന്ന് കരുതപ്പെട്ട രീതിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ, ദാരിദ്ര്യം, ഇതിനൊക്കെ പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സംഘടിതമായി മതപരിവർത്തനം നടത്തുകയാണ്. ഇങ്ങനെ നിരന്തരമായി വലിയ തോതിൽ മതപരിവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തിൻ്റെ ഐക്യം തടരും, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. അതുമാത്രമല്ല, മിഷണറി പ്രവർത്തനം ഇന്ന് ഇന്ത്യയിൽ മതപരിവർത്തനത്തിനുള്ള വേദിയായി മാറിയിരിക്കുന്നു. അതീവ ഗുരുതരമായ പരാമർശങ്ങളാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഛത്തീസ്ഗഡിൻ്റെ പേരിൽ മലമറിച്ച, ഇവിടെ ഇളകി മറിഞ്ഞ ആളുകൾ എന്തു പറയുന്നു? ജോൺ ബുട്ടാസ് ഇപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് പോകുമോ? ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ മുന്നിൽ കുത്തിയിരിക്കുമോ? നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വാർത്തയില്ല. കന്യാസ്ത്രീകൾക്ക് വേണ്ടി അന്ന് കണ്ണീരൊഴുക്കിയ പത്രങ്ങൾ അവിടുത്തെ ഫാസിസ്റ്റ് കോടതിയുടെ വിധിയെക്കുറിച്ച് വിമർശനമെങ്കിലും നടത്തണ്ടേ? വിമർശിച്ച് ഒരു എഡിറ്റോറിയലും എഴുതണ്ടേ? ധൈര്യമില്ല. കാരണം അവിടുത്തെ ഫാക്ട്സ് മുന്നിൽ വെച്ചിട്ടാണ് ഹൈക്കോടതി പറയുന്നത്. എന്താ സംഭവം എന്നറിയോ? കേൾക്കുമ്പോൾ നമുക്ക് വിചിത്രമായിട്ട് തോന്നും. ഛത്തീസ്ഗഡിലെ ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഗ്രാമവാസികൾ കുറേ ബോർഡ് വെച്ചു. ബോർഡെന്ന് പറഞ്ഞാൽ പാസ്റ്റർമാർക്കും മതം മാറ്റ ലോബികൾക്കും മതം മാറിയ ഹിന്ദുമതത്തിൽ നിന്ന് മതം മാറി ക്രിസ്ത്യാനിയായവർക്കും ഈ ഗ്രാമങ്ങളിലേക്ക് പ്രവേശനമില്ല. അപ്പോൾ പെട്ടെന്ന് തോന്നുമ്പോൾ അങ്ങനെ ഒരു ബോർഡ് വെക്കാമോ എന്ന് നമുക്ക് തോന്നും. കാരണം നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളിൽപ്പെട്ടതാണ് സഞ്ചാര സ്വാതന്ത്ര്യം. ആ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല. അതുകൊണ്ടാണല്ലോ ബന്ധും ഹർത്താലുമൊക്കെ നിയമവിരുദ്ധമാണെന്ന് നമ്മുടെ കോടതി പറഞ്ഞത്. അപ്പോൾ മതം മാറിയവർ, മിഷണറി പ്രവർത്തനം നടന്നവർ, പാസ്റ്റർമാർ, ഇവർ ഞങ്ങളുടെ ഗ്രാമത്തിൽ കയറരുത് എന്ന് ഗ്രാമവാസികൾ ബോർഡ് വെച്ചു. അപ്പോൾ സ്വാഭാവികമായും മതവികാരം വ്രണപ്പെട്ട ആളുകൾ നേരെ ഓടി ഹൈക്കോടതി പോയി. ഇത് ഒക്ടോബർ 28 നടന്നതാണ്. ഇന്ന് നവംബർ 5 അല്ലേ? അതെ. ഇതുവരെ നമ്മുടെ മാധ്യമങ്ങൾ ഇത് പറയാതെ ഒളിച്ചു വെച്ചു. ഹൈക്കോടതി പറഞ്ഞു, ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ആ ബോർഡ് വെച്ചതിൽ കുഴപ്പമില്ല. കാരണം ആ ഗ്രാമങ്ങളിലെ ആളുകൾക്ക് അവരുടെ ജീവിതം അട്ടിമറിക്കപ്പെടുന്നു. ആദിവാസികളാണ്, അവരുടെ സംസ്കാരം മാറുന്നു, അവരുടെ പൈതൃകം മാറുന്നു, അവർക്കിടയിൽ ഭിന്നതയുണ്ടാവുന്നു. ഒരു വീട്ടിലെ ഒരു കഷ്ടപ്പാടുള്ള അല്ലെങ്കിൽ രോഗം വന്നിരിക്കുന്ന ഒരാളെ എന്നെ പ്രാർത്ഥിക്കാമെന്നൊക്കെ വിളിച്ചുകൊണ്ട് പോയി മതം മാറ്റിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് പ്രശ്നമാണ്, ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ആദിവാസികൾ ഏറ്റവും പിന്നാക്കമായ, ഏറ്റവും ദരിദ്രരായ, ഏറ്റവും നിരക്ഷരായ ആളുകളെ ഇങ്ങനെ പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്നത് അവരുടെ സംസ്കൃതിയെ, പാരമ്പര്യത്തെ നശിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ സംഘർഷമുണ്ടാവുന്നുണ്ട്. ഇങ്ങനെ മതം മാറ്റത്തിൻ്റെ ഭാഗമായി അവരെ വേറെ ചില ശക്തികൾ സ്വാധീനിക്കുന്നു. വേറെ ചില ശക്തികൾ. നമ്മൾ ഓർക്കുന്നില്ല, ദുർഗിലെ കോടതിയുടെ മുന്നിൽ വലിയ ബഹളമൊക്കെ ആയിരുന്നു. അവിടെ ഇവിടുന്ന് ചാനലുകളൊക്കെ പോകുന്നു, നമ്മുടെ BJP-യുടെ നേതാക്കന്മാർ അവിടെ ഇടപെടാൻ പോകുന്നു. ഇവർ NIA കോടതി, ബിലാസ്പൂരിലെ NIA കോടതിയാണ് കേസെടുത്തത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇതെന്ത് NIA കോടതി എന്നാലോചിച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കി. അന്ന് കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത കേസിൻ്റെ കുറ്റപത്രം, എല്ലാ കേസിലും ചാർജ് ഷീറ്റ് ഉണ്ടാവുമല്ലോ. ഇവിടെ ചാനലുകൾ പറയും കുറ്റപത്രം ഞങ്ങൾക്ക് കിട്ടി, ഏഷ്യാനെറ്റിന് കിട്ടി, അല്ലെങ്കിൽ മാതൃഭൂമിക്ക് കിട്ടി എന്ന് പറഞ്ഞ് പല കുറ്റപത്രവും കാണിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ കേസിൻ്റെ കുറ്റപത്രം നമ്മുടെ ഒരു മാധ്യമവും കാണിക്കാതിരുന്നത്? അതിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഛത്തീസ്ഗഡിലെ ഈ പ്രദേശങ്ങളിൽ രാംപൂർ, സുൽത്താൻപൂർ എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ എന്താണെന്നറിയോ? അവിടെ ഒരു സ്ഥലത്ത് 78 വർഷത്തിന് ശേഷമാണ് ആദ്യമായി ബസ് സർവീസ് ആരംഭിച്ചത്. അതായത് മറ്റാർക്കും അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഈ ബസ്തറിലും ദുർഗിലുമൊക്കെ മാവോവാദികളുടെ കടുത്ത സ്വാധീനം, അവിടെ സൈന്യത്തിന് പോലും കയറാൻ പറ്റാത്ത പ്രദേശമായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ റെഡ് ടെററിനെ അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അതിദീർഘമായ, അതിശക്തമായ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടെ അവിടെ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ അവിടെ 78 വർഷം കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഒരു ബസ് സർവീസ് ആരംഭിക്കുന്നു. അപ്പോൾ രാജ്യം
ഒരു പ്രദേശം രാജ്യത്തിൻ്റെ ഭാഗമല്ലാതെ വേറെ ഭരണ സംവിധാനത്തിൽ കിടക്കുന്നു. പുറത്തുനിന്നുള്ള ആരെയും കയറ്റുകയല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കയറ്റുകയല്ല. അവരാരെ കയറ്റുമെന്നറിയോ? മിഷണറിമാരെ കയറ്റും. ഈ പാതിരിമാരെ കയറ്റും. പാതിരിമാരോടും നക്സലേറ്റുകൾക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, അവിടെ ചെല്ലുന്ന നേഴ്സുമാർ, ഡോക്ടർമാരൊക്കെ നക്സലേറ്റുകൾക്ക് ചികിത്സ കൊടുക്കും, അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കും, അവർക്ക് കമ്പ്യൂട്ടർ കൊടുക്കും, അവർക്ക് പണം കൊടുക്കും. അങ്ങനെ മതപരിവർത്തന ലോബിയും നക്സലേറ്റുകളും ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിക്കുകയാണ്. നക്സലേറ്റുകൾക്ക് സന്തോഷം, കാരണം ഞങ്ങൾക്ക് പണവും മറ്റ് സൗകര്യങ്ങളും തന്നാൽ നിങ്ങൾ ഇഷ്ടം പോലെ മതം മാറ്റിക്കോ എന്നും മാവോവാദികൾ സമ്മതിക്കുന്നു. അതുകൊണ്ട് ഇവർ ഒക്കെ ചങ്ങായിമാരായി നടക്കുകയാണ്. സ്റ്റാൻ സ്വാമി അറിയില്ലേ? സ്റ്റാൻ സ്വാമിക്ക് ഈ മാവോവാദി ബന്ധം ഉണ്ടായിരുന്നു. അയാളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് രേഖകൾ കണ്ടെത്തി. ഇപ്പോൾ പറയുന്നത് എന്താ? സ്റ്റാൻ സ്വാമിയെ ജയിലിലിട്ട് കൊന്നു. ജയിലിലൊന്നും ഇട്ടില്ലെന്നേ, അയാൾ കസ്റ്റഡിയിലായിരുന്നു. അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ അദ്ദേഹത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. അത് പകരം പറയുന്നത് എങ്ങനെയാണ്? ആശുപത്രിയിൽ വെച്ച് അസുഖം വന്നപ്പോൾ കൊല്ലാനാണെങ്കിൽ അസുഖം വന്നപ്പോൾ ജയിലിൽ തന്നെ ഇട്ടാൽ പോരായിരുന്നു. അസുഖം ബാധിച്ചപ്പോൾ അദ്ദേഹത്തെ നല്ല ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് മരിച്ചു. ഇപ്പോൾ ചികിത്സ കൊടുത്തു. ആശുപത്രിയിൽ നിന്നുള്ള മറച്ചു വെച്ചിട്ട് ഒരു വൈദികനെ മോദി സർക്കാർ തടവറയിലിട്ട് പീഡിപ്പിച്ചു കൊന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് പ്രചാരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തുക എന്നുള്ളത് തങ്ങളുടെ മൗലികാവകാശമായി കരുതുന്ന ഒരു വിഭാഗമാണുള്ളത്. എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം എത്രയോ വൈദികരുണ്ട്. നമ്മുടെ കാസയിലെ സുഹൃത്തുക്കളെ കാണുന്നുണ്ട്. അതല്ലാതെ ഒരുപാട് വൈദികരുമായി നമുക്ക് അടുപ്പമുണ്ട്. കേരളത്തിലെ പല ക്രൈസ്തവ സഭകളുടെയും ലക്ഷ്യം മതപരിവർത്തനം അല്ല. അവർ സാമൂഹ്യ സേവനമൊക്കെ നടത്തി മാന്യമായി നടത്തുന്നുണ്ട്. ഇപ്പോൾ ദൈവം വല്ല എൻ്റെ രാഷ്ട്രീയ നേതാവാണോ? ആളെണ്ണം കൂടിയാൽ മാത്രമേ ദൈവത്തിന് ബലം കൂടുന്നുള്ളൂ എങ്കിൽ ആ ദൈവം ദുർബലനാണെന്ന് സംബന്ധിച്ചു കൊടുക്കലാണ്, അല്ലേ? അതാണ് ഈ മതപരിവർത്തനത്തിൻ്റെ വലിയ ആശങ്ക. നമുക്ക് മതം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ് മോനെ നീ പാപിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസത്തിന് നേരെ കൈ ചൂണ്ടിയിട്ടാണ് നീ പാപിയാണെന്ന് പറയുന്നത്. അതെ അല്ലേ? അതൊരു തെറ്റായ കാര്യമാണ്. നമ്മുടെ വീട്ടിൽ കയറി നമ്മളെ പാപി എന്ന് വിളിച്ചാൽ ഓലക്കെ എടുത്തടിക്കും ആളുകൾ, അല്ലേ? അത് ഇത്തരത്തിലുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസമാണ് കർത്താവിലേക്ക് എത്തപ്പെട്ടവർ മാത്രം രക്ഷിക്കപ്പെട്ടവർ എന്ന് വരുന്ന വിശ്വസിക്കാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ ഈ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരാളുടെ വിശ്വാസം മറ്റൊരാളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ പ്രലോഭനം അല്ലെങ്കിൽ വാഗ്ദാനം, പണം ഒക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഭീഷണി, ചതി ഒക്കെ കൊടുത്തിട്ട് ആളുകളെ മതം മാറ്റുന്നത് ശരിയല്ല എന്ന് ഞാനല്ല. ഇന്നലെ ഛത്തീസ്ഗഡിൻ്റെ 28-ാം തീയതിയിലെ ഉത്തരവിൽ, ഇന്നലെയാണ് ഉത്തരവിൻ്റെ കോപ്പി പുറത്ത് വന്നത്. ആ ഉത്തരവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും കാണിക്കുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രേരണ, ബലപ്രയോഗം, ചതി തുടങ്ങിയ അവ ഉപയോഗിച്ചുള്ള മതപരിവർത്തനം ഛത്തീസ്ഗഡിൽ നടക്കുന്നുവെന്നാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതി പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് ഭരണഘടനാപരമായ അവകാശമാണ് മതപരിവർത്തനം നടത്താനെന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതി പറഞ്ഞു. അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഈ വലിയ തോതിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, നാഗാലാൻഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, നാഗാലാൻഡിൽ 98% ക്രിസ്ത്യാനികളാണ്. മിസോറാം, മേഘാലയ, മണിപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ തോതിൽ വ്യാപകമായ മതപരിവർത്തനം നടക്കുന്നുണ്ട്. കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്രയിലുണ്ട്, പഞ്ചാബിലുണ്ട്. പഞ്ചാബിൽ വലിയ തോതിൽ സിഖുകാരെ മതം മാറ്റുന്നു. അപ്പോൾ ഒരു എത്തനിക്കായിട്ടുള്ള സിഖ് സമുദായം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്നൊരു മതമാണ്. ഹിന്ദുമതം പോലെ തന്നെ ഇവരെയൊക്കെ അതിൻ്റെ മൂട്ടിൽ നിന്ന് പറിച്ചു മാറ്റുകയാണ്. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ മതം മാറ്റി ക്രിസ്ത്യാനി എന്താ ചെയ്യുന്നത്? ക്രിസ്ത്യാനി മതം മാറ്റി ആധിപത്യം സ്ഥാപിച്ച രാജ്യമല്ലേ ലബനോൺ, സിറിയ, അല്ലേ? അതൊക്കെ എവിടേക്ക് പോയി? അതിന് പിന്നാലെ ആര് വരുന്നു? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇസ്ലാമിനും വഴിമരുന്നിടുന്ന പണിയാണ് ക്രൈസ്തവ മിഷണറിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ എന്തിനാണ് ആദ്യം നിങ്ങൾ മതം മാറ്റി കുറേ ആളുകളെ, ഹിന്ദുക്കളെയോ ബുദ്ധമതക്കാരെയോ ഒക്കെ പിടിച്ച് അല്ലെങ്കിൽ സിഖുകാരെയൊക്കെ പിടിച്ച് നിങ്ങൾ മതം മാറ്റും. മതം മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ വന്നിട്ട് ആരും കൊണ്ടുവന്നറിയോ? കാക്ക കൊണ്ടുപോകും, കഴുകന് കൊടുക്കുകയാണ് നിങ്ങൾ. ഈ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ അവർ ക്രിസ്ത്യാനിറ്റിയുടെ അന്തകരായിട്ട് മാറും. അവർ തന്നെ, നമ്മൾ ഇപ്പം നൈജീരിയ കാണുന്നു, അല്ലേ? നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. നൈജീരിയ ഇപ്പോൾ രണ്ടാണ്, മുസ്ലിം നൈജീരിയയും ക്രിസ്ത്യൻ നൈജീരിയ. സുഡാനിൽ നൈജീരിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നൈജീരിയയിലെ കൂട്ടക്കൊല അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പട്ടാളത്തെ അയക്കുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുക. അതെ. അപ്പം എങ്ങനെ സംഭവിക്കുന്നത്? ക്രിസ്ത്യാനി മതം മാറ്റി അവിടെ എല്ലാം ഇസ്ലാം കൊണ്ടുപോകും. അപ്പോൾ ഇത് ഇന്ത്യയിലും ഈ സ്ഥിതി ഉണ്ടാക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരാൾ മറ്റൊരാളോട് ചോദിക്കുകയാണ്, അതിൽ ഈ അമേരിക്കയ്ക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എന്താണ് സൈനിക താവളങ്ങളുണ്ട്, ഇന്ത്യയിലില്ലല്ലോ, മഹാഭാഗ്യമല്ലേ. അപ്പോൾ ആര് പറഞ്ഞു? അപ്പോൾ ഒരാൾ ചോദിച്ചു, ആര് പറഞ്ഞു ഇല്ലെന്ന്? ഇന്ത്യയിൽ എവിടെയുണ്ട്? ഇന്ത്യയിൽ എവിടെയാണ് അമേരിക്കയുടെ താവളം? ഇന്ത്യയിൽ
അമേരിക്കയ്ക്ക് സൈനിക താവളമുണ്ട്. അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, വേണ്ടി വന്നാൽ അമേരിക്കയ്ക്ക് വേണ്ടി ആയുധമെടുത്ത് പൊരുതുന്ന സൈനിക താവളങ്ങൾ ഇന്ത്യയിൽ ഒന്നല്ല ഒരുപാടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഞെട്ടി. എവിടെയുണ്ടെന്ന് ചുമ്മാ പറയല്ലേ. എൻ്റെ സഹോദര, അത്തരം സൈനിക താവളങ്ങളുള്ളത് ഇന്ത്യയിലെ മറ്റു മതക്കാരെ മതം മാറ്റണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന, അങ്ങനെ ക്രിസ്തുവിൻ്റെ രാജ്യം വരണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യയെ ക്രൈസ്തവവൽക്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഇവാഞ്ചലിസ്റ്റിൻ്റെയും മനസ്സിൽ അമേരിക്കയുടെ ഒരു ബേസ് ഉണ്ട് എന്ന് പറഞ്ഞ ഞാൻ സമീപകാലത്ത് വായിച്ചു. അത് ആലോചിക്കുമ്പോൾ ശരിയാണ്. അപ്പോൾ സമീപകാലത്ത് ഇന്ത്യയിലെ മതപരിവർത്തന ലോബിക്ക് കിട്ടിയ അതിശക്തമായ അടിയാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ഈ വിധി. അപ്പോൾ ഏതായാലും ഇത് നമ്മുടെ പത്രങ്ങൾ കൊടുക്കാൻ പോകുന്നില്ല, വാർത്തയാക്കില്ല. കാരണം ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ എത്ര ഭീകരമായ മതപരിവർത്തനം നടക്കുന്ന സ്ഥലമാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് അവിടുത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് രമേശ് സിൻഹയും ജസ്റ്റിസ് ബിരു ദത്ത ഗുരുവും ചേർന്നുള്ള ഡിവിഷൻ ബെഞ്ച് അവിടെ ഗ്രാമവാസികൾ, പാസ്റ്റർമാർക്ക്, ഇവാഞ്ചലിസ്റ്റുകൾക്ക്, മതം മാറിയ ക്രൈസ്തവർക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ് വെച്ചത്, ആ ബോർഡ് മാറ്റാൻ ഞങ്ങൾ പറയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. വല്ലാത്ത പ്രഹരമാണ് ഇന്ത്യയിലെ മതപരിവർത്തന ലോബിക്ക് ഛത്തീസ്ഗഡിൽ കിട്ടിയിരിക്കുന്നത്. ജോൺ ബ്രിട്ടാസെ, പ്രിയപ്പെട്ട MP, മാധ്യമപ്രവർത്തക, എപ്പോഴാണ് ഛത്തീസ്ഗഡിലേക്കുള്ള വണ്ടി പിടിക്കുക?